എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2023 ക്വസ്റ്റ്യൻ പേപ്പർ HSA ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 2 പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എനിക്കുള്ള ഊർജ്ജം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിടണം. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാവരും സീരിയസ് ആയി പഠിക്കേണ്ട നേരമായി. കാരണം ഇനിയൊരു 2 മാസം കൂടിയേ ഉള്ളൂ. നമുക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഓരോ ടോപ്പിക്കിനും അനുസരിച്ചുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഓവറോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഊന്നി പഠിക്കേണ്ടതുണ്ട് എന്നറിയാനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ സോൾവ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പഠിപ്പും കൂടുതലാക്കുക. കാരണം അരമണിക്കൂറേ പഠിച്ചുകൊണ്ടിരുന്നുള്ളൂ എങ്കിൽ നിങ്ങളത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആക്കേണ്ട സമയമായി. അത്രയും പഠിച്ചാൽ പോരാ. HSAക്ക് ആണെന്ന് വെച്ചെങ്കിൽ ഒരു 4-5 മണിക്കൂർ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത് ഈക്വൽ ടു ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0-1. പി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0, 1/4, 2/4, 3/4, 1. LPF കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് തോന്നാം ഇതെന്താ ഇവർ ഈ പറയണേന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്ന ഇത് സിമ്പിളാണ്. പി എന്ന് പറയുന്നത് പാർട്ടീഷൻസ് ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് പാർട്ടീഷൻസ് ആണ്. ഇന്റർവെല് 0-1 ആണ്. അതിനെ പാർട്ടീഷൻ ചെയ്തതാണ് 0, 1/4, 2/4, 3/4, 1 എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മളുടെ എഫ് എക്സ് അല്ലെ, എക്സ് സ്ക്വയർ ആണ്. ഇനി LPF എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ഡെർബോക്സ് സം ആണ്. ലോവർ ഡെർബോക്സ് സം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും മറന്നുപോയവർക്ക് ഞാൻ എഴുതി തരാം. ലോവർ ഡെർബോക്സ് സം ഇതാണ് ഈ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കിയിട്ട് വേണം. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതൊരു ഇൻക്രീസീവ് ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ കർവ് വരിക അല്ലേ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0 തൊട്ട് പിന്നെ 1/4, പിന്നെ എന്താണ് 2/4, 3/4, 1 വരെ അല്ലേ. 1. അപ്പൊ ഈ ഒരു ചെറിയ ഇന്റർവെൽ എന്ന് പറയുന്നത് 0 to 1/4 ആണ്. 1/4 to 2/4 ആണ്. 2/4 to 3/4 ആണ്. 3/4 to 1 ആണ്. അങ്ങനെയാണ് ഇന്റർവെല് അല്ലെ. സബ് ഇന്റർവെല് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇനി എന്താ പറയേണ്ടത്? ലെങ്ത് ഓഫ് ഈച്ച് സബ് ഇന്റർവെൽ എത്രയാണെന്ന് നോക്കൂ. ലെങ്ത് ഓഫ് സബ് ഇന്റർവെൽ എന്ന് പറയുന്നത് 1/4 - 0 അത് എത്രയാണ്? 1/4. 2/4 - 1/4 അത് എത്രയാണ്? 1/4. 3/4 - 2/4 1/4. 1 - 3/4 അതും 1/4. അപ്പൊ ലെങ്ത് എല്ലാം സെയിം ആണ് അല്ലെ. ലെങ്ത് ഓഫ് ദ സബ് ഇന്റർവെല് എന്താണ്? 1/4 ആണ്. ഇനി നമുക്ക് LPF കാണണം അല്ലെ. LPF കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതായത് LPF എന്ന് പറയുന്നത് സിഗ്മ I ഈക്വൽ ടു 1 to n mi into xi minus 1. ഇതില് mi എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിമം ഓഫ് എഫ് എക്സ് such that x belongs to xi minus 1 xi.
ഇനി എഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എഫ് എക്സ് ഒരു എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലെ? എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇനി ഓരോന്നിന്റെയും എന്ത് കാണാം? ഇൻഫിമം കാണാം. ഇതില് ഫസ്റ്റ് ഇന്റർവെല്ലില്, അതായത് ഫസ്റ്റ് ഇന്റർവെൽ എന്താണ്? 0 to 1/4. അതില് ഇൻഫിമം എങ്ങനെയാ കാണാ? ഇൻഫിമം ഈസ് എന്താണ്? ലോവർ ലിമിറ്റ് ആണ് എഫ് ഓഫ് 0 ആണ് വരിക അല്ലെ? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഇനി ഇന്റർവെൽ 1/4 to 2/4 ആണ് വെച്ചെങ്കിൽ ഇൻഫിമം എന്ത് വരും? ഇൻഫിമം എന്ന് പറയുന്നത് ലോവർ ലിമിറ്റിന്റെ എഫ് എക്സ് അല്ലെ? എഫ് ഓഫ് 1/4. അത് എത്രയാണ് വരിക? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആവുമ്പോ എഫ് ഓഫ് 1/4 എന്ത് വരും? 1/4 സ്ക്വയർ വരും. ഇനി അടുത്ത ഇന്റർവെല് 2/4 to 3/4. ഇൻഫിമം എത്രയാ വരിക? ഇൻഫിമം എന്ന് പറയുന്നത് എഫ് ഓഫ് 2/4. അതെന്ന് പറയുന്നത് എത്രയാണ്? 2/4 സ്ക്വയർ. ഇനി അടുത്ത ഇന്റർവെല്ലോ 3/4 to 1. അതിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് എഫ് ഓഫ് 3/4. അത് എത്രയാണ്? 3/4 സ്ക്വയർ. അപ്പോ എല്ലാത്തിന്റെയും എം ഐ നമുക്ക് കണ്ടുപിടിച്ചു. ഇനി എക്സ് ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഇന്റർവെല്ലിന്റെയും ലെങ്ത് ഞാൻ കണ്ടുപിടിച്ചു 1/4 ആണെന്ന്. അപ്പൊ ഓരോന്നിനും 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സമ്മ് കാണണം എന്നാണ് നമുക്ക് പറയണത് അല്ലെ? അപ്പൊ ആദ്യത്തെ 0 into 1/4 ആയി പോയില്ലേ? അത് 0 ആയി പോയി. ഇനി അടുത്തത് എന്താണ്? 1/4 into 1/4 സ്ക്വയർ പ്ലസ് 1/4 into 2/4 സ്ക്വയർ പ്ലസ് 1/4 into 3/4 സ്ക്വയർ. അപ്പൊ എത്രയാണ് വരിക നോക്കൂ? 1/4ന്റെ ഞാൻ പുറത്തേക്ക് എടുത്തുമ്പോ 1/16 വരും. മറ്റേത് എന്ത് വരും? 4/16 വരും. പിന്നത്തേത് എന്ത് വരും? 9/16 വരും. 9 4 13, 13 1 14. 14/16 1/4 into 14/16. അതായത് 14/2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയില്ലേ? അപ്പൊ 7, 16 2 32. 7/32 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ നോക്കൂ, സി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ലോവർ ഡെർബോക്സ് സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. LPF എന്ന് പറയുമ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർമ്മ വേണം. ഈ LPFന്റെ ഫോർമുലയും ഓർമ്മ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണോ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഇൻഫിമം വാല്യൂ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? I⁻I വില കാണുക. എങ്ങനെയാണ് I⁻Iന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. I എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ. I എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് ഫോം ആണ് അല്ലെ? കോംപ്ലക്സ് നമ്പറിന്റെ z = x + iy എന്നുള്ള ഫോമിലുള്ള അതിലാണ് I കണ്ടുപിടിക്കണത് അല്ലെ? അപ്പൊ x + iy എന്നുള്ള ഫോമില് I-നെ എഴുതുമ്പോ I = 0 + 0i എന്നായില്ലേ? 0 + 0i എന്നായില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടേ? അതായത് യൂളർ ഫോർമുല നമുക്ക് അറിയാം. e⁻I⁻θ എന്ന് പറയുന്നത് cos θ + I sin θ അല്ലേ? അപ്പൊ ഈ e⁻I⁻θ ഫോമിൽ ഇതിനെ എഴുതണമെങ്കിൽ ഈ തീറ്റ എന്ത് വരണം? θ π/2 വരണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? cos π/2 + I sin π/2 എന്ന് പറയണതാണ് ഇത് അല്ലെ? 0 + 0i. അതിനെ ഞാൻ എന്ത് എഴുതി? e⁻I × θയുടെ സ്ഥാനത്ത് π/2 എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഈ I എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? e⁻I π/2 ആണെന്ന് കിട്ടി.
ഇനി നമുക്ക് ഐ റേസ് ടു ഐ ആണ് ചോദിച്ചിരിക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇ റേസ് ടു ഐ പൈ ബൈ 2 ഇൻറ്റു ഐ അല്ലേ? അപ്പൊ ഐ സ്ക്വയർ ആവില്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞ -1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു -5/2 എന്ന് കിട്ടി. ഏതാണ് ഓപ്ഷൻ നോക്കൂ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Set of all z belongs to C such that mod z minus 3 divided by z plus 3 equal to 2 എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു? അപ്പൊ ഇതില് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയണം. എങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് അറിയാം ഏത് z എന്ന് പറഞ്ഞ x പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിലാണ് എഴുതുന്നത് അല്ലെ? z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലാണ് എഴുതുക. അപ്പൊ മോഡ് z എങ്ങനെയാ കണ്ടുപിടിക്കുക? √(x²+y² അല്ലേ? ഇനി നമുക്ക് ഒരെണ്ണം അറിയാം. മോഡ് z1 ബൈ z2 ഈക്വൽ ടു മോഡ് z1 ബൈ മോഡ് z2 എന്ന് എഴുതാമെന്ന് നമുക്കറിയാം. ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളത് ഞാൻ ഇതിൽ കൊടുത്തു, ഈ മോഡിൽ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? മോഡ് എക്സ് പ്ലസ് ഐ വൈ -3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് 3 ഈക്വൽ ടു 2 അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്തെഴുതാം? ഇതിനെ ഞാൻ കോൺസ്റ്റന്റിനെ ഒരുമിച്ചാക്കി. അപ്പൊ എങ്ങനെയാണ്? മോഡ് എക്സ് -3 പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3 പ്ലസ് ഐ വൈ ഈക്വൽ ടു 2. ഇനി ഇതിന് മോഡ് z1 ബൈ z2നെ മോഡ് z1 ബൈ മോഡ് z2 ആക്കിയില്ലേ? അതേപോലെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ്? മോഡ് എക്സ് -3 പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ മോഡ് എക്സ് പ്ലസ് 3 പ്ലസ് ഐ വൈ ഈക്വൽ ടു 2. ഇതിന്റെ മോഡുലസ് എങ്ങനെ കാണാ? ഞാൻ പറഞ്ഞു മോഡുലസ് ഓഫ് z എന്ന് പറയുന്നത് √(x²+y² എന്നാണ്. അതേപോലെ ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? √(x−3² പ്ലസ് y² ഡിവൈഡഡ് ബൈ √(x+3² പ്ലസ് y² ഈക്വൽ ടു എന്ത് വന്നു? ഈക്വൽ ടു 2 എന്ന് വന്നു. ഇതിനെ ഞാൻ സ്ക്വയർ ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? ഈ റൂട്ട് പോവില്ലേ? അപ്പൊ x−3² പ്ലസ് y² ബൈ x+3² പ്ലസ് y² ഈക്വൽ ടു 2² എന്ന് വരും, 4 എന്ന് വരും. അപ്പൊ ഇതിനെ ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? x−3² പ്ലസ് y² ഈക്വൽ ടു 4 ഇൻറ്റു x+3² പ്ലസ് y² എന്നായില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്താണ് വരിക? x−3² ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ്? a−b² വെച്ചിട്ട് x² - 6x പ്ലസ് 9 പ്ലസ് y² ഈക്വൽ ടു 4 ഇൻറ്റു ഇവിടെ എന്ത് വരും? x² പ്ലസ് 6x പ്ലസ് 9 പ്ലസ് y². ഇനി ഈ x² അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? 4x² - x² ആയില്ലേ? അത് എത്രയാണ്? 3x² ആയി. ഇനി ഇവിടെ എന്താണ്? -6x ഉണ്ട്. ഇവിടെ എന്താവും? 24x ഉണ്ട്. ഈ -6x അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 24 പ്ലസ് 6 30x. പിന്നെ ഈ 9നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -9 ആവും. 9 × 4 36. 36 - 9 എത്രയാണ്? 27. y² അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -y² ആവും. 4y² - y² എന്ന് പറഞ്ഞാൽ 3y² ഈക്വൽ ടു 0 അല്ലേ?
അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എല്ലാത്തിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊടുന്നു എന്ന് മാത്രം അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. 10x പ്ലസ് 9y 9 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10x പ്ലസ് 9 ഈക്വൽ ടു 0. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? വൃത്തത്തിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് എഴുതാം? സൂചിപ്പിക്കുന്നത് ഏതാണ്? വൃത്തമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ബൈ സെഡ് ക്യൂബ് മൈനസ് സെഡ് റേസ് ടു 4 എന്ന ഏകതത്തിനെ സെഡ് ഈക്വൽ ടു 0-വിലുള്ള ലോറന്റ് സീരീസ് വിപുലീകരണത്തിന്റെ വിപുലീകരണത്തിൽ 1/z-ന്റെ ഗുണോത്തരം എന്താണ്? അതായത് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 1/z³ മൈനസ് സെഡ് റേസ് ടു 4 ആണ്. അപ്പൊ ഈക്വൽ ടു 1 എന്താ എഴുതാം? സെഡ് ഇതിനെ നമുക്ക് അറിയണ ഒരു ഫോർമുല ആക്കണം വെച്ചെങ്കിൽ 1 മൈനസ് സെഡ് എന്നുള്ള ഫോർമുല ആക്കണം വെച്ചെങ്കിൽ എന്ത് വരണം? z³ പുറത്തേക്ക് എടുക്കണം അല്ലെ? 1 മൈനസ് സെഡ് എന്ന് വന്നു. 1/z³ ഇൻറ്റു 1/z³ ഇൻറ്റു 1 മൈനസ് സെഡ് എന്ന് വന്നു. ഇനി ഇതിന്റെ ജോമെട്രിക് സീരീസ് 1/1 മൈനസ് സെഡിന്റെ നമ്മളെ എക്സ്പാൻഡ് ചെയ്തു. അത് എങ്ങനെയാണ്? 1/1 മൈനസ് സെഡ് ഈക്വൽ ടു 1 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സിട്ര ഫോർ മോഡ് സെഡ് ലെസ് ദാൻ 1 അല്ലേ? അപ്പോ ഇതിനെ ഞാൻ അങ്ങനെ എഴുതിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? 1/z³ ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് z³ പ്ലസ് എക്സിട്ര. അപ്പൊ എന്താണ് വരിക? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/f(z) ഈക്വൽ ടു 1/z³ ഇൻറ്റു 1/z³ പ്ലസ് 1/z സ്ക്വയർ പ്ലസ് 1/z പ്ലസ് 1 അല്ലേ? പ്ലസ് z പ്ലസ് എക്സിട്ര. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് 1/z ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1/z-ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. -1ഉം 1ഉം തന്നിട്ടുണ്ട്. അതിൽ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. I വെക്ടർ മൈനസ് ജെ വെക്ടർ മൈനസ് കെ വെക്ടർ എന്ന വെക്ടറിൽ 2i മൈനസ് 3j പ്ലസ് 5k-യുടെ പ്രൊജക്ഷൻ എന്താണ്? ഇത് ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ദിസ് വൺ ഓൺ ദിസ് വെക്ടർ അല്ലെ? അപ്പൊ പ്രൊജക്ഷൻ ഇതിനെ ഞാൻ ഏതാക്കി എടുത്തു? എ വെക്ടർ ആക്കി എടുത്തു. ഇതിനെ ബി വെക്ടറും ആക്കി എടുത്തു. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ ബി വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി വെക്ടർ. അപ്പൊ മോഡ് ബി വെക്ടർ ഇവിടെ എന്താ വരിക? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ? അതെന്താണ്? √(1² പ്ലസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ, അതായത് √3 എന്ന് വരും. ഇനി ഇവിടെ എ ഡോട്ട് ബി എങ്ങനെയാ എഴുതുക? ഐ വെക്ടർ ഇൻറ്റു ഐ വെക്ടർ ഡോട്ട് ഐ വെക്ടർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 അല്ലെ? 2 പ്ലസ് -1 ഇൻറ്റു -3 അത് എത്രയാണ്? +3 -1 ഇൻറ്റു +5 -5. അപ്പൊ എന്താ വരിക? 5 - 5 വന്നില്ലേ? അത് 0 ആയി പോയില്ലേ? അപ്പൊ നമുക്ക് എന്ത് വന്നു? ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോ
ഇതിന്റെ പ്രൊജക്ഷൻ അപ്പൊ എന്താണ്? 0 എന്നുള്ളതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. F vector equal to xi vector plus yj vector plus zk vector എന്ന വെക്ടർ ഫീൽഡ് ഡാഷ് ആണ്. അതായത് ഈ വെക്ടർ ഫീൽഡ് സോളിനോയിഡൽ ആണെങ്കിൽ, സോളിനോയിഡൽ ആവണമെങ്കിൽ ഡൈവർജൻസ്, സോളിനോയിഡൽ എന്ന് പറയണെച്ചെങ്കിൽ ഡൈവർജൻസ്, അതായത് ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആവണം. ഇനി അത് തന്നെയാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് വരേണ്ടത്. അതായത് ഡൈവർജൻസ് ഓർ ഇൻകംപ്രസിബിൾ ആവണമെങ്കിലാണ് ഈ കണ്ടീഷൻ ഉള്ളത്. ഇനി സോളിനോയിഡൽ ആണെങ്കിൽ, സോളിനോയിഡൽ എന്ന് പറയണെച്ചെങ്കിൽ എന്ത് വേണം? സോളിനോയിഡൽ എന്ന് പറയണെച്ചെങ്കിൽ ഡൈവർജൻസ് 0 ആവണം എന്ന് പറഞ്ഞു ഞാൻ അല്ലേ? ഡൈവർജൻസ് 0 ആവണം. സോളിനോയിഡൽ ആകണമെങ്കിൽ ഡൈവർജൻസ് 0 ആവണം. ഇൻകംപ്രസിബിൾ ഓർ സോളിനോയിഡൽ എന്ന് പറയണത്. എക്സ്ക്യൂസ് മീ. ഇറോട്ടേഷണൽ. എങ്ങനെയാണ് ഇറോട്ടേഷണൽ ആവുക എന്ന് പറയാ? അതായത് കേൾ ഈക്വൽ ടു, അതായത് കേൾ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് എഫ് വെക്ടർ ആണ്. അതെ, അത് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയ അത് എന്താണെന്ന് പറയാം? ഇറോട്ടേഷണൽ ആണെന്ന് പറയാം. ഇറോട്ടേഷണൽ. റൊട്ടേഷണൽ ആണെന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് എഫ് വെക്ടർ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയ അത് എന്താണ്? റൊട്ടേഷണൽ ആണെന്ന് പറയാം. അപ്പോ ഇതില് നമുക്ക് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഡെൽ ക്രോസ് എഫ് നോക്കാം, ഡെൽ ഡോട്ട് എഫും നോക്കാം. അപ്പോൾ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് ഏത് വരും? ഡിറ്റർമിനന്റ് ഐ ജെ കെ. നിങ്ങൾക്ക് അറിയുണ്ടാവും കാണാൻ, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാം. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് അല്ലേ? ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, എക്സ് വൈ സെഡ്. അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഐ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും അല്ലേ? ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 0, ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ എന്ന് പറഞ്ഞാലും 0. അപ്പൊ ഐ ഇൻറ്റു 0 മൈനസ് ജെ ഇൻറ്റു ഇത് എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 0 മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും 0. അപ്പൊ 0 വരും. പ്ലസ് കെ വെക്ടർ ഇൻറ്റു എന്താണ് വരിക? കെ വെക്ടർ ഇൻറ്റു ഏത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വരും. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും 0 വരും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആകെ എന്ത് വന്നു? 0 വന്നു. അപ്പൊ ഡെൽ ക്രോസ് എഫ്, അതായത് കേൾ എഫ് എന്ന് പറയുന്നതാണ് ഡെൽ ക്രോസ് എഫ്. കേൾ എഫ് 0 വന്നിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇറോട്ടേഷണൽ എന്ന് പറയാം. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A vector equal to 3i vector plus j vector minus 2k vector. B vector equal to I vector minus 3j vector plus 4k vector എന്നിവ ഒരു സാമാന്തരികത്തിന്റെ സമീപവശങ്ങളായാൽ അതിന്റെ വിസ്തീർണം എന്ത്? രണ്ട് അഡ്ജസന്റ് സൈഡ്സിന്റെ വെക്ടേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഫോംഡ് ബൈ ദ വെക്ടേഴ്സ് അതെങ്ങനെ കണ്ടുപിടിക്കുക? മോഡ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ക്രോസ് പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി, അപ്പോഴാണ് അതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇതിൽ ഇനി നമുക്ക് എന്ത് പറയാം?
എ വെക്ടർ ക്രോസ് ബി വെക്ടർ ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് ഐ വെക്ടർ, ജെ വെക്ടർ, കെ വെക്ടർ. പിന്നെ ഇതെന്താണ്? 3 1 -2. ഇവിടെ എന്താണ്? 1 -3 4. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം നമുക്ക് അല്ലെ. ഐ വെക്ടർ ഇൻറ്റു 1 × 4 4 മൈനസ് 3 × 2 6 ആയി. 4 - 6 മൈനസ് ജെ ഇൻറ്റു എന്തായി? ജെ ഇൻറ്റു 12 -2 അല്ലെ. 12 + 2. ഇനി പ്ലസ് കെ വെക്ടർ ഇൻറ്റു എന്താണ് വരിക? കെ വെക്ടർ ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 × -3 -9 -1. അത് എത്രയാണ്? -10 ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും? 2i വെക്ടർ മൈനസ് 14j വെക്ടർ മൈനസ് 10k വെക്ടർ. ഇത് കിട്ടി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതായത് മോഡ് എ ക്രോസ് ബി വെക്ടർ. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇത് √2² അല്ലെ, √4 - 6 -2 ആണ്. -2² പ്ലസ് -14² പ്ലസ് -10². ഇത് എത്രയാ വരിക? 4 പ്ലസ് 14 × 14 എത്രയാണ്? 196 ആണ് അല്ലെ, പ്ലസ് 100. അപ്പൊ എത്രയാ വരിക? 296 4 300. √300. √300നെ ഞാൻ എങ്ങനെ എഴുതാം? 3 × √100 എന്ന് എഴുതിക്കൂടെ? അതായത് ഈ 3നെ വെളിയിലേക്ക് വരാൻ പാടില്ല. 3 × 100 എന്ന് എഴുതാം അല്ലെ. ഈ 100നെ വെളിയിലേക്ക് വരുമ്പോൾ 10 ആവില്ലേ? 10 √3 ആവില്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? നോക്കൂ, 10 √3 ബി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? സമീപവശങ്ങൾ തന്ന, സാമാന്തരികത്തിന്റെ സമീപവശങ്ങൾ തന്ന അതിന്റെ വിസ്തീർണം കാണാൻ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് വക്രത്തിന്റെ വക്രതയാണ് 0 ആയിട്ടുള്ളത്? അതായത് കർവ് ഇല്ലാത്തത് ഇതിൽ ഏതാണ്? നേർരേഖയാണ്. അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. ഇതിലൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f of t equal to 2 cos t I vector plus 2 sin t j vector plus √5t k vector 0 less than or equal to t less than or equal to pi എന്ന ആർക്കിന്റെ നീളം കണ്ടുപിടിക്കുക. ഇതിൽ നമുക്ക് എന്താ തന്നിരിക്കണേ? പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ. ഇത് പാരാമെട്രിക് ഇക്വേഷൻ ആണ്. പാരാമെട്രിക് ഇക്വേഷൻ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? പാരാമീറ്റർ റേഞ്ച് തന്നിട്ടുണ്ട് അല്ലെ. പാരാമീറ്റർ റേഞ്ച്. അങ്ങനെയായ നമുക്ക് എന്ത് ഫോർമുല ഉപയോഗിക്കാം? ആർക്ക് ലെങ്ത് ഫോർമുല പാരാമെട്രിക് കർവ്സിന്റെ നമ്മൾക്ക് യൂസ് ചെയ്യാം അല്ലെ. പാരാമെട്രിക് കർവിന്റെ ആർക്ക് ലെങ്ത് ഇക്വേഷൻ എങ്ങനെയാണ് കാണുക? അതായത് ഇവിടെ കോസ് ടി സൈൻ ടി, അപ്പൊ ടിയിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? dx/dt എന്ന് പറയുന്നത് എന്താണ്? d/dt ഓഫ് 2 cos t അല്ലെ. അതെന്ന് പറയുന്നത് എന്താണ്? -2 sin t ആണ്. ഇനി dy/dt എന്ന് പറയുന്നത് എന്താണ്? d/dt ഓഫ് 2 sin t. അതെന്താണ്? 2 cos t ആണ്. ഇനി എന്താണ്? dz/dt എന്ന് പറയുന്നത് എന്താ വരിക? d/dt ഓഫ് √5t. അതെത്രയാണ്? √5. d/dt ഓഫ്
√5t എന്ന് പറയുന്നത് √5. ഇനി എന്താണ് ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് കേട്ടാ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ √2 cos²t പ്ലസ് 2 sin²t പ്ലസ് 5 എന്ന് വരില്ലേ? അതിന് ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്ത് വരുന്നു? മോഡ് എഫ് ഓഫ് ടിക്ക് പകരം ഞാൻ ആർ ഓഫ് ടി എന്ന് എടുത്തു. ഓക്കെ, എഫ് ഓഫ് ടി തന്നെ എടുക്കാം. എഫ് ഓഫ് ടി സ്ക്വയർ ഈക്വൽ ടു 2 cos²t 2 cos² അല്ല 4 cos²t അല്ലെ, 2 cos t ഹോൾ സ്ക്വയർ അല്ലേ, 4 cos²t പ്ലസ് 4 sin²t 4 sin²t പിന്നെ എന്താണ് പ്ലസ് √5² അല്ലേ, അത് എത്രയാണ് 5. അപ്പൊ നമുക്ക് ഈ cos²t ഇതിന് 4നെ വെളിയിലേക്ക് എടുത്താൽ cos²t പ്ലസ് sin²t ആയില്ലേ? അതെത്രയാണെന്ന് നമുക്കറിയാം, 1 ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 4 × 1 പ്ലസ് 5 എന്ന് വരില്ലേ? ഇവിടെ 5 ആണേ, 5 എന്ന് വരില്ലേ? അതെത്രയാണ്? 9 ആയി. അതെ, അപ്പോ മോഡ് എഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? അപ്പോ √9 ആണ്. അതെത്രയാണ്? 3 ആണ്. ഇനി നമുക്ക് ആർക്ക് ലെങ്ത് ഫോർമുല വെക്കാം. ആർക്ക് ലെങ്ത് ഫോർമുല എങ്ങനെയാ കണ്ടുപിടിക്കുക? ആർക്ക് ലെങ്ത് ഫോർമുല ഓഫ് ദ പാരാമെട്രിക് കർവ് L ഈക്വൽ ടു ഇന്റഗ്രൽ a to b. അതായത് ഇവിടെ എത്രയാണ്? 0 to π അല്ലെ, 0 to π മോഡ് എഫ് ഓഫ് ടി ഡി ടി അല്ലെ, മോഡ് എഫ് ഓഫ് ടി ഡി ടി ഇവിടെ എന്താണ്? 3 dt. അപ്പൊ എന്താണ് വരിക? 3 × ഡി ടിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ആണ്, 0 to π. അപ്പൊ എന്ത് വരും? 3π എന്ന് ആൻസർ വരും. ഏതാണ് ഓപ്ഷൻ നോക്കൂ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന സിദ്ധാന്തം ഏതാണ്? അതായത് ലൈൻ ഇന്റഗ്രലും സർഫസ് ഇന്റഗ്രലും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്താണ്. അതിനെ സ്റ്റോക്ക് തിയറം എന്നാണ് പറയുക. സ്റ്റോക്ക് തിയറവും ഗ്രീൻ തിയറവും ഗോസ് തിയറവും നിങ്ങൾ നോക്കി വെക്കണം. അത് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരേണ്ടതുണ്ട്. അത് കാരണം ഇപ്പൊ ഞാൻ സ്റ്റോക്സ് തിയറം എങ്ങനെയാണെന്ന് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ ജി എഫ് ഡോട്ട് എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ഇതാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. സ്റ്റോക്സ് തിയറത്തിന്റെ ഫോർമുലയാണ്. സി എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് കർവ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ, ക്ലോസ്ഡ് കർവ്. എസ് എന്താണ്? സർഫസ് ബൗണ്ടഡ് ബൈ സി അല്ലെ, സർഫസ് ബൗണ്ടഡ് ബൈ സി. എഫ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ഫീൽഡ് ആണ് അല്ലെ, എഫ് എന്ന് പറയുന്നത് വെക്റ്റർ ഫീൽഡ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഓർമ്മ വെക്കണം. ഗ്രീൻസ് തിയറും ഗോസ് തിയറും നമുക്ക് ഇതില് ഈ രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയി പറയേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.